ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ എന്ന് പറയണേ. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. എങ്ങനെ പോകുന്നു എക്സാം പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി കുറച്ച് സമയം മുമ്പിലുള്ളൂ. പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ പോകുന്നില്ലേ? ഇനി അതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? കുറെ ആൾക്കാർ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഞങ്ങൾ സംശയങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാരെ തീരെ എവിടെയും കാണാറില്ല. ചിലപ്പോൾ അവർ സ്വയം തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. അപ്പൊ അതറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എക്സാം എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്ത ആൾക്കാർ തന്നെയല്ലേ? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത എക്സാമിന് ഇത്തവണത്തെ എക്സാമിന് അപ്പിയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ. ഓക്കെ. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്? പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഇനി അതല്ല, മൊത്തമായിട്ട് ബ്ലാങ്കായി കിടക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെയും എത്തിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണെന്ത്, പഠിച്ച കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മൊത്തമായിട്ടൊരു എംറ്റിനെസ് ഫീൽ ചെയ്യാം. മൊത്തം കാലിയായി പോയി എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത പോലെ. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും കിട്ടാത്തതുപോലെ, അല്ലെങ്കിൽ ഒരു പരിചയം ഇല്ലാത്തതുപോലെ ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ. അത് ഈ ഒരു പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം കാര്യങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണത്. എല്ലാ സമയത്തും ഉണ്ടാകും. നമ്മൾ കുറേ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ചിലപ്പോൾ സിലബസ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും, പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ നല്ലോണം നോക്കിയിട്ടുണ്ടാവും. എന്നാലും അത് പഠിച്ച് കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും പഠിക്കാത്തതുപോലെ ഫീൽ ചെയ്യും. ഓക്കെ. മൊത്തമായിട്ട് ബ്ലാങ്ക് ആയി പോകും. ആ സമയത്ത് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഇത്തവണത്തെ എക്സാം എഴുതാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇത്തവണ വേണ്ട, അടുത്ത തവണ ഒന്നും കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തതിന് ശേഷം ഈ എക്സാം അറ്റൻഡ് ചെയ്യാം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഈ ഒരു എക്സാമിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും. ഇപ്പൊ ഇന്ത്യക്കാരാണല്ലോ എഴുതുന്നത്. ഇന്ത്യയിലെ ചിലപ്പോൾ ഇന്ത്യന് പുറത്തുള്ള ആൾക്കാരുണ്ടാവും. അവിടുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന്റെ സമയത്ത് കൊണ്ട് വന്നാലും മതിയല്ലോ. അപ്പൊ എല്ലാവർക്കും ഉണ്ട് ഈ ഒരു അവസ്ഥ. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, മുമ്പേ പറയാറുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അത് PDF ഫോർമാറ്റിലായിരിക്കാം, ഇനി അതല്ല നിങ്ങൾ കൈകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്ത് എഴുതി വെച്ച കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് നോക്കിയാൽ മതി. അതിങ്ങനെ വായിച്ചു പോയാൽ തന്നെ സ്വയം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം ഇത്രയും കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്കറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഉണ്ട് എന്നുള്ള ആ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിൻവാങ്ങാൻ പാടില്ല. ഓക്കെ. അങ്ങനെയൊക്കെ പിൻവാങ്ങുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റൂ, അല്ലാതെ എക്സാം എഴുതാൻ പറ്റൂ എന്നുള്ള അങ്ങനത്തെ കാഴ്ചപ്പാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും.
അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും 100% മൊത്തങ്ങൾ പഠിച്ച് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഒരാൾക്കും തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയൂല. നെറ്റ് എക്സാമിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പിൽ എക്സാം എഴുതാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ മാക്സിമം നമുക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റും, അതിനു വേണ്ടി എത്രമാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ചോദ്യങ്ങളിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഓക്കെ, ചോദ്യങ്ങളിൽ കടന്നു വരുന്ന ഏരിയ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രാഷ്ട്രീയപരമായിട്ട് അവർ അധികാരം സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. ഒരു കച്ചവട കമ്പനി ആയിരുന്നെങ്കിലും, ട്രേഡിന്റെ ഉദ്ദേശത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നെങ്കിലും, പിന്നീട് ഇന്ത്യയിലെ വലിയൊരു ഭൂപ്രദേശം അവരുടെ അണ്ടറിൽ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ അടുത്തായിട്ട് വേറെയും ഒരുപാട് രാഷ്ട്രങ്ങൾ ഉണ്ടാവും അല്ലെ. നൈബറിങ് കൺട്രീസ് വേറെ ഉണ്ടാവും. ആ രാജ്യങ്ങളോട് ആ സമയത്ത് അവർ ഏത് രീതിയിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതിനുശേഷം ബ്രിട്ടീഷ് ക്രൗൺ, അവർക്ക് ഉണ്ടായിരുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ റിലേഷൻ എന്തായിരുന്നു, അതിൽ നിന്നുണ്ടായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രദേശങ്ങളും കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രീറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാരും അതേപോലെ വൈസ്രോയിമാരും അതേപോലെ ഓപ്പോസിറ്റ് എൻഡിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ട്. അതൊക്കെ കണക്ട് ചെയ്തിട്ട് അതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ട്രീറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതേപോലെ വൈസ്രോയിമാരൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ നെറ്റ് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് റിലേഷൻസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വിത്ത് നൈബറിങ് കൺട്രീസ്. അവരുടെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന നേപ്പാൾ പോലെയുള്ള, ഭൂട്ടാൻ പോലെയുള്ള, അഫ്ഗാൻ പോലെയുള്ള പ്രദേശങ്ങളുമായിട്ട് അവർക്കുണ്ടായിരുന്ന റിലേഷൻ ഏത് രീതിയിലായിരുന്നു. The borders of British India touched various countries including Afghanistan, Tibet, Nepal, Bhutan, Burma. മ്യാൻമർ ആണ്. അതേപോലെ പേർഷ്യ ഉണ്ട്, ഇറാനുമായിട്ടും കണക്ഷൻ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് അവരോട് ആ രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷെ അഫ്ഗാനുമായിട്ട് വരുന്ന സമയത്ത് പേർഷ്യൻ കണക്ഷന് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, കാരണം പേർഷ്യയും അതേപോലെ റഷ്യയും തമ്മിലൊരു ട്രീറ്റി ഉണ്ടാവുന്നുണ്ട്. ആ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ലോർഡ് ഓക്ലാൻഡ് ഒരു പുതിയൊരു പോളിസികൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ ചോദ്യത്തിൽ ഇടക്കിടക്ക് വരാനുള്ളതാണ്. ലോർഡ് ഓക്ലാൻഡിന്റെ ആ ഒരു പോളിസി എന്തായിരുന്നു, അതുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് റിലേഷൻഷിപ്പ് were influenced by a combination of geopolitical interest, economic consideration, strategic alliance and colonial policies. ഓക്കെ, അങ്ങ് പോട്ടെ. ഇനി ആംഗ്ലോ ഭൂട്ടാനിസ് റിലേഷൻ. ഭൂട്ടാനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? കാര്യമായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട വർഷങ്ങൾ കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നുമില്ല. The British and the mountain nation of Bhutan became close after British took over Assam. 1826 ആയപ്പോഴേക്കും ആസാം ഏകദേശം ആരെ കയ്യിലാവുന്നുണ്ട്? ബ്രിട്ടീഷുകാരെ കയ്യിലാവുന്നുണ്ട്. ഓക്കെ, അതോടുകൂടി ഈ പറയുന്ന ഈ ഒരു ഏരിയ ഭൂട്ടാന്റെ ഏരിയയിലേക്ക് എന്ത് ചെയ്താൽ ക്ലോസ് ആയി. ഭൂട്ടാന്റെ ഏരിയയിലേക്ക് ക്ലോസ് ആയി, അടുത്ത് വന്നു. ദിസ് ലെഡ് ടു ഫ്രീക്വന്റ് റൈഡ്സ് ബൈ ഭൂട്ടാനീസ് ഇൻ ടു നെയ്ബറിംഗ് ടെറിട്ടറീസ് ഇൻ ബംഗാൾ ആൻഡ് ആസാം. ഓക്കെ, ഈ ഒരു പ്രദേശങ്ങളിൽ ഈ ഭൂട്ടാന്റെ അവര് നിരന്തരമായിട്ട് ഈ പ്രദേശങ്ങൾ അവർ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് എന്താണ്, അവർക്ക് അവരുടെ പോളിസികൾക്ക് അത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, കാരണം അവർക്ക് ഇവിടുന്ന് മാക്സിമം ഇവിടുന്ന് കൊണ്ടുപോകണം, ലൂട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ പുറമേ നിന്നുള്ള ഒരാള് ആ പ്രദേശത്ത് അറ്റാക്ക് ചെയ്ത് ലൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവരിങ്ങോട്ട് വരുന്ന ആ ഒരു പാത, ആ ഒരു ഏരിയ, അത് മൊത്തം ഇവര് കീഴടക്കുന്നുണ്ട്. അനക്സേഷൻ ഓഫ് പാസസ് ബൈ ദി ബ്രിട്ടീഷ്. അങ്ങനെ 1865 ആയപ്പോഴേക്കും ദ ഭൂട്ടാനീസ് പോസ്റ്റ് ടു സറണ്ടർ ദ പാസസ് ഇൻ റിട്ടേൺ ഫോർ ആനുവൽ സബ്സിഡി. പ്രധാനപ്പെട്ട ആ ഒരു ഏരിയ ആർക്ക് കൊടുക്കേണ്ടി വന്നു? ബ്രിട്ടീഷുകാർക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നു. അതിന് പകരമായിട്ട് അവർക്കൊരു
അതിൻ്റെ ഒരു സബ്സിഡി ആര് കൊടുക്കാറുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല 1826 എന്നുള്ള വർഷം ഓർത്തിരിക്കുക. അതേപോലെ 1865 ആയപ്പോഴേക്കും ഏകദേശം ഭൂട്ടാനുമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമാവുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട രാഷ്ട്രം നേപ്പാളായിരുന്നു. നേപ്പാളാണ്. ഓക്കെ, 1881 ഗോരഖ്പൂർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതോടുകൂടി ഈ പറയുന്ന നേപ്പാളിന്റെ ബൗണ്ടറിയുമായിട്ട് ഇവർ കോണ്ടാക്റ്റിൽ വന്നു. ഓക്കെ, അതുമായിട്ട് കൺവേർജ് ആയി. The Gorkhas' capture of Budwal and Shiorj during Lord Hastings' reign was the catalyst for the conflict. ഇവരെന്ത് ചെയ്തു? ഈ ബുട്വാൾ അതേപോലെ ഷിയോർജ് ഈ ഒരു പ്രദേശം ഗോർഖാസ്, അതായത് ഈ പറയുന്ന നേപ്പാൾ